നമ്മൾ ഇപ്പോൾ 2 പരീക്ഷ നടന്നില്ലേ, ഒരു സെക്രട്ടറി ഒരു അസിസ്റ്റൻറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് ഇല്ലേ? കേട്ടില്ല? കേൾക്കുന്നുണ്ടോ? അല്ല, പേടിക്കണ്ട, ചോദ്യം ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അത് പേടിക്കണ്ട. ആ 2 പരീക്ഷകളുടെ ഇപ്പം നടന്നതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഇന്നിപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് ഡിസ്കസ് ചെയ്യാം, അടുത്ത ദിവസം ബാങ്കിങ് ആവും. അപ്പോൾ ഇന്നിപ്പോൾ അക്കൗണ്ടിങ് ഡിസ്കസ് ചെയ്യാണ്. ശരി, തുടങ്ങട്ടെ. ആദ്യം അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ ആണേ, നോക്കോളൂ. ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊന്ന് വായിക്കാമല്ലോ, ഉത്തരം ഞാൻ വായിക്കാം. ഇത് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കട്ടെ, എല്ലാം കൂടെ ഞാൻ വായിക്കണ്ടല്ലോ. Dash is the cash or goods withdrawn by the proprietor of a business for personal use. ഒരു ബിസിനസ്സിൽ നിന്ന് അതിൻ്റെ പ്രൊപ്പറേറ്റർ. ശരി, അപ്പോൾ അതിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയാമല്ലോ, ഡ്രോയിങ്സ്. അടുത്തായി The account that represents asset and properties. അതേതാണ്? Real account. റിയൽ അക്കൗണ്ട്. അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ്, അതിനെ കുറിക്കുന്ന അക്കൗണ്ട് എപ്പോഴും റിയൽ അക്കൗണ്ട് ആയിരിക്കും. എല്ലാ റിയൽ അക്കൗണ്ടുകളും അസറ്റ്സ് ആണ്. അടുത്തായി Purchase return book is a dash. Subsidiary book. പർച്ചേസ് റിട്ടേൺ ബുക്ക് ഒരു സബ്സിഡിയറി ബുക്കാണ് അല്ലേ? പർച്ചേസ് റിട്ടേൺ ബുക്ക് ഒരു സബ്സിഡിയറി ബുക്കാണ്. സബ്സിഡിയറി ബുക്കിലെ സ്പെഷ്യൽ ജേണലാണെന്ന് പറയാം. ശരി, അതൊക്കെ എളുപ്പം നമുക്ക് പറഞ്ഞു പോകുന്നതാണ്, വിശദീകരണമൊന്നും അർഹിക്കുന്നതല്ല. അടുത്തായി Dash is the amount which is irrecoverable from the customers. കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടാതെ വരുന്ന എമൗണ്ടിന് നമ്മൾ പറയുന്ന പേര് ബാഡ് ഡെറ്റ് എന്നാണ്. ബാഡ് ഡെറ്റ്. ഓക്കെ, അടുത്ത Interest on drawing is dash. Settle. കുറഞ്ഞ ഇന്നുകൂടെ നമ്മൾ പറഞ്ഞതാ. Interest on drawings is an income. Interest on capital is an expense. Interest on capital ഒരു എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഒരു എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഒരു ഇൻകമാണ്. ഞാൻ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോം എഴുതിയപ്പോൾ അതിൽ ചേർത്തില്ല എന്ന് തോന്നിയത് കൊണ്ട് പിന്നീട് എഴുതുകയും ഇന്നൊന്നുകൂടി പറയുകയും ചെയ്തു, ഇല്ലേ? ഓർമ്മയുണ്ടോ? ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇൻകം ആണ്. ശരി, അടുത്ത Opening stock plus purchase minus closing stock is equal to dash. ഏതാണ്? Cost of goods sold. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അത് പറഞ്ഞ് നമ്മൾ പോച്ചം വന്നതാണല്ലേ. ഓക്കെ, അടുത്ത ഇതല്ലേ അടുത്ത ക്വസ്റ്റ്യൻ? ആണോ? പറ. All earnings are shown as a dash in the fund flow statement. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എല്ലാ ഏണിങ്സും എന്തായി കാണിക്കും? ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്, സോഴ്സ് ഓഫ് ഫണ്ട്, ഡിസ്പോസൽ ഓഫ് ഫണ്ട്, അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഇത് രണ്ടേ ഉള്ളൂ. ഏതൊക്കെ? ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടും സോഴ്സ് ഓഫ് ഫണ്ടും അല്ലേ? അതാ, അതിൽ എല്ലാ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ വരുന്നതാണ്. അത് ആപ്ലിക്കേഷൻ ആയിരിക്കുമോ ഫണ്ട് സോഴ്സ് ആയിരിക്കും? പണം നമുക്ക് എവിടെന്നെങ്കിലും ഫണ്ട് ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണോ സോഴ്സ് ഓഫ് ഫണ്ടാണോ? സോഴ്സ് ഓഫ് ഫണ്ട്. അപ്പോൾ സോഴ്സ്, ഇത് രണ്ടും വെറുതെ കൊടുക്കുന്നതാണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് 2 കാര്യങ്ങളേ വരുള്ളൂ. ഒന്ന് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടും മറ്റൊന്ന് സോഴ്സ് ഓഫ് ഫണ്ടും. ഏണിങ്സ് എല്ലാം സോഴ്സ് ഓഫ് ഫണ്ട് ആയിരിക്കും. ഓക്കെ, അടുത്ത Issue of equity shares of compensating the purchase of a piece of land. It is a dash item for preparing fund flow statement. അതായത് ഞാൻ നിങ്ങളോട് ഒരിക്കൽ ഇത് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ കുറച്ച് ലാൻഡ് വാങ്ങിയിട്ട് പകരം ഇക്വിറ്റി ഷെയർ കൊടുത്തു. അപ്പം ലാൻഡാണ് വാങ്ങിയത്. ലാൻഡ് നമ്മൾ വാങ്ങി പകരം കൊടുത്ത ഏതാ മക്കളെ? വില കൊടുത്തത് കാശായിട്ടല്ല, എങ്ങനെ കൊടുത്തു?
ലാൻഡ് വാങ്ങി പകരം നമ്മൾ കൊടുത്തത് ഇക്വിറ്റി ഷെയർ ആണ്. ഇനി നിങ്ങൾ നോക്കി, ഈ ലാൻഡ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഐറ്റം ആണോ അതോ കറണ്ട് ഐറ്റം ആണോ? അപ്പൊ ഇത് ഫിക്സഡ് ആണ് അല്ലേ? ഇതൊരു ഫിക്സഡ് ഐറ്റം ആണ്, ഇതൊരു ഫിക്സഡ് അസറ്റ് ആണ്. ഇനി ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റി ആണ്. കറണ്ട് ലയബിലിറ്റി ആണോ ഫിക്സഡ് ലയബിലിറ്റി ആണോ? ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് ആണോ ഫിക്സഡ്? അപ്പോൾ ഇതും ഫിക്സഡ് ആണ്. അപ്പോൾ ഫിക്സഡ് ലയബിലിറ്റി. അപ്പോൾ ഒരു ഫിക്സഡ് അസറ്റും ഫിക്സഡ് അസറ്റും ഞാൻ ഒരിക്കലെന്നല്ല പലപ്പോഴും നിങ്ങളോട് പറഞ്ഞു, ഫിക്സഡും കൂടി ചേർന്നാൽ ഫണ്ടിന് ഫ്ലോ ഇല്ല. കറണ്ടും കൂടി ചേർന്നാലും ഫണ്ടിന് ഫ്ലോ ഇല്ല. ഫണ്ടിന് ഫ്ലോ ഉണ്ടാണെങ്കിൽ ഏതൊക്കെ ചേരണം? കറണ്ടും ഫിക്സഡും അല്ലെങ്കിൽ ഫിക്സഡും കറണ്ടും. അതായത് കറണ്ടും നോൺ കറണ്ടും കൂടെ ചേരുമ്പോൾ മാത്രമേ, നോൺ കറണ്ട് എന്ന് പറയുന്നതാണ് ഫിക്സഡ്, കറണ്ടും നോൺ കറണ്ടും കൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഫണ്ടിന് ഫ്ലോ ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് ലാൻഡ് വാങ്ങി, അതൊരു ഫിക്സഡ് അസറ്റാണ്. പകരമായി കൊടുത്തത് പണമല്ല. പണമാണെങ്കിൽ അത് കാഷ് അല്ലേ? അല്ലെങ്കിൽ കാഷ് അല്ല, കറണ്ട് അസറ്റ് അല്ലേ? ഇത് പണമല്ല കൊടുത്ത്, പകരം നമ്മൾ അവർക്ക് കുറേ ഷെയർ ആണ് കൊടുത്തത്. ഷെയർ എന്ന് പറയുന്നതും ഒരു ഫിക്സഡ് ഐറ്റമാണ്, അതായത് നോൺ കറണ്ട് അസറ്റ് ഐറ്റമാണ്. അപ്പോൾ ഒരു നോൺ കറണ്ട് അസറ്റ് വാങ്ങി പകരം കൊടുത്ത ഒരു നോൺ കറണ്ട് ലയബിലിറ്റിയാണ്. ഇത് രണ്ടും കൂടെ ചേർന്നാൽ ഫണ്ടിന്റെ ഫ്ലോ ഉണ്ടാകുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഉത്തരം ഏതാ? നോൺ ഫണ്ട്. ഉറപ്പാണോ? അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, എളുപ്പം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഇതേപോലെയല്ല പലതരത്തിൽ. നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്, കറണ്ടും നോൺ കറണ്ടും കൂടെ വരുമ്പോൾ മാത്രമേ, കറണ്ടിന് നോൺ കറണ്ടായോ നോൺ കറണ്ടിനെ കറണ്ടാക്കി മാറ്റുമ്പോഴോ മാത്രമാണ് എന്ത് സംഭവിക്കുക? ഫണ്ടിന് ഫ്ലോ ഉണ്ടാവുക. കറണ്ടും നോൺ കറണ്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ ഒരിക്കലും എന്ത് വരുന്നില്ല? ഫണ്ടിന് ഫ്ലോ വരില്ല. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ശരി. അപ്പോൾ ഇതാണ് ഇവിടെ ഫണ്ടിന് ഫ്ലോ ഇല്ല. എന്തുകൊണ്ട് ഫ്ലോ ഇല്ല എന്ന് ചോദിച്ചാൽ, വാങ്ങിയത് ലാൻഡാണ്, പകരമായി കൊടുത്തത് ഇക്വിറ്റി ഷെയർ ആണ്. രണ്ടും കറണ്ട് അല്ല, രണ്ടും ഫിക്സഡ് ആണ് അല്ലേ? രണ്ടും നോൺ കറണ്ട് ആണ്. വാങ്ങിയത് ലാൻഡാണ്, അത് നോൺ കറണ്ട് അസറ്റ് ആണ്. പകരം കൊടുത്തത് ഇക്വിറ്റി ഷെയർ ആണ്. നമ്മൾ ഇഷ്യൂ ചെയ്തത്, അവർക്ക് പകരമായി ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തു, അത് നോൺ കറണ്ട് ആണ്. കറണ്ട് രണ്ടും, ഇത് നോൺ കറണ്ട് അത് നോൺ കറണ്ട്. അപ്പോഴവിടെ ഫണ്ടിന് ഫ്ലോ ഇല്ല എന്നാണ്. അപ്പോൾ ഉത്തരം ബി ആണ്. അടുത്ത മൂന്നാല് ദിവസം കൊണ്ട് എൻ്റെ കൈ കിട്ടുന്ന ചെറുക്കിൽ ലുക്ക്. കാരേജ് ഔട്ട്വേർഡ് എന്ത് എക്സ്പെൻസാ? കാരേജ്, കാർട്ടേജ്, ഇതൊക്കെയാണ് പരീക്ഷ. കാരേജ്, കാർട്ടേജ്, കൂലി, ഫ്രൈറ്റ്, ഡ്യൂട്ടി, ക്ലിയറിംഗ് ചാർജസ്, ഇവയോടൊപ്പം ഔട്ട്വേർഡ്, ഓൺ സെയിൽ, ഓൺ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ മാത്രമേ അത് എന്താവുള്ളൂ? ഇൻഡയറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് ഡയറക്റ്റ് അല്ലേ? കാരേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ? കുഴപ്പമായി. കാരേജ് ഔട്ട്വേർഡ്, കാരേജ് ഔട്ട്വേർഡ്. അപ്പൊ ഇവിടെ ചോദിച്ചത് ഇത് കാരേജ് ഔട്ട്വേർഡ് എന്തുവാണെന്ന് പറഞ്ഞാൽ മതി. ഇൻഡയറക്റ്റ്. അതുകൊണ്ട് ഇത് എവിടെ എടുക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അതൊന്നും തെറ്റിക്കരുത്. അതൊക്കെ തെറ്റിക്കുകയാണെങ്കിൽ എനിക്കത് സഹിക്കാൻ വയ്യാത്ത വിഷമമാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത്. ശരി, അടുത്ത അല്ല, എല്ലാവരും മുമ്പുണ്ടോ? ഇതല്ലേ? When the actual cost incurred is less than the standard cost, the variance is known as. അതായത് ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പം ആക്ച്വൽ കോസ്റ്റ് 10 രൂപ, സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 14 രൂപ, അങ്ങനെയല്ലേ പറഞ്ഞേ? ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ് ഈസ് ലെസ് ദാൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അപ്പോൾ ഏത് കോസ്റ്റാണ് കുറവ്? ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ് ഈസ് ലെസ് ദാൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അപ്പോൾ ഏത് കോസ്റ്റാണ് കുറവ്? ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കുറവാണ്. ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കുറവാണ്. ഇത് നല്ലതാണോ? അതായത് നമ്മൾ യഥാർത്ഥത്തിൽ 14 രൂപ ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. നമ്മൾ 14 രൂപ ആകുമെന്ന് വിചാരിച്ചു.
ഒരു സാധനം വാങ്ങാൻ മാർക്കറ്റിൽ പോവുക, 14 രൂപ ആകുമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ചെന്നപ്പോൾ അത് നല്ലത് തന്നെയാണ്, 10,000 രൂപ 10 രൂപയേ ആയുള്ളൂ. 14 ആകുമെന്ന് വിചാരിച്ചു, 10 രൂപയായിട്ടുള്ളൂ. അപ്പം നമുക്ക് 4 രൂപയുടെ കുറവില്ലേ? ഇത് നമുക്ക് നല്ലതാണോ അതോ ചീത്തയാ, മോശമാണോ? നല്ലതാണ്. അതായത് അത് നമുക്ക് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ? ഫേവറബിൾ, അത്രേ ഉള്ളൂ. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, ഇത് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും നമ്മൾ നോക്കുമ്പോൾ, ആക്ച്വൽ കോസ്റ്റ് കുറവാണെങ്കിൽ അതിനെ അത് വേരിയൻസ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസത്തിന് പറയുന്ന പേരാണ് വേരിയൻസ്. എന്നാ പറയും? ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ്, അതിന് വേരിയൻസ് എന്ന് പറയും. വേരിയൻസ്, ഡിഫറൻസ് അല്ല, വേരിയൻസ് എന്ന് പറയും. ഈ വേരിയൻസ് 2 തരത്തിലുണ്ട്. ഒന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ളതും നമുക്ക് പ്രതികൂലമായിട്ടുള്ളതും. അനുകൂലമായ വേരിയബിളിനെ ആ വേരിയൻസിനെ നമ്മൾ ഫേവറബിൾ വേരിയൻസ് എന്ന് പറയും. മറ്റേ വേരിയൻസിനെ, പ്രതികൂലമാണെങ്കിൽ അതിനെ അൺഫേവറബിൾ എന്നോ ആഡ്വേഴ്സ് വേരിയൻസ് എന്നോ പറയും. അപ്പോൾ ഈ നമുക്ക് ഫേവറബിൾ വേരിയൻസ് ആകണമെങ്കിൽ ഏത് കോസ്റ്റ് കുറയണം? ആക്ച്വൽ കോസ്റ്റ് കുറവാണെങ്കിൽ ഫേവറബിൾ വേരിയൻസ് ആണ്. ആക്ച്വൽ കോസ്റ്റ് 14 പ്രതീക്ഷിച്ചു, 18 ആയി, അത് അൺഫേവറബിൾ അല്ലെങ്കിൽ ആഡ്വേഴ്സ് വേരിയൻസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി, ഇതാണ് ആക്ച്വൽ കോസ്റ്റ് അല്ലെങ്കിൽ ആക്ച്വൽ പ്രൈസ്, ഇതാണ് സ്റ്റാൻഡേർഡ് പ്രൈസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വെൻ ദ ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ് ഈസ് ലെസ് ദാൻ ദ സ്റ്റാൻഡേർഡ് പ്രൈസ്, ദ വേരിയൻസ് ഈസ്, ഏത് വേരിയൻസ്? ന്യൂട്രൽ വേരിയൻസ്, അൺഫേവറബിൾ വേരിയൻസ്, ഫേവറബിൾ വേരിയൻസ്, ഡ്യുവൽ വേരിയൻസ്. എന്താ പറയുന്നു? ഫേവറബിൾ വേരിയൻസ്. കാരണം അത് ആക്ച്വൽ കോസ്റ്റ് കുറവാണെങ്കിൽ ഫേവറബിൾ വേരിയൻസ്, ആക്ച്വൽ കോസ്റ്റ് കൂടിയാലോ അൺഫേവറബിൾ വേരിയൻസ് എന്നോ ആഡ്വേഴ്സ് വേരിയൻസ് എന്നോ പറയും. ഇതൊക്കെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് ഇവിടെ 2 പരീക്ഷകളാണ് ഇന്നിപ്പോൾ നടന്നത്. അതിനകത്ത് ഒന്ന് സെക്രട്ടറി ഉണ്ടായിരുന്നു, മറ്റ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു. 2 ക്വസ്റ്റ്യനും ഒരാളിൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. കാരണം ആ ക്വസ്റ്റ്യൻ തമ്മിൽ നമുക്ക് ഒരുപാട് സാമ്യങ്ങളുണ്ട്. ഒന്നിൽ കൊടുത്തിരിക്കുന്നത് തന്നെയാണ് അടുത്തതിലും കൊടുത്തിരിക്കുന്നത് പലതും. ആ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് 2ലും ഒന്ന് തന്നെയാണ്. അങ്ങനെ വരണമെങ്കിൽ ഒരാൾ തന്നെ ഉണ്ടാക്കിയതാണ് 2 ചോദ്യങ്ങളും. പക്ഷേ കുഴപ്പങ്ങൾ വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ പിടി കിട്ടിയ എന്ത് വേരിയൻസാ? ആക്ച്വലി സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലവ്, അതായത് സാധാരണഗതിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചിലവ്. പക്ഷെ നമുക്ക് ചിലവ് അതിനേക്കാൾ കുറവാണെങ്കിൽ അതിനെ ഫേവറബിൾ വേരിയൻസ് എന്ന് പറയും. അപ്പോൾ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ കോസ്റ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അടുത്ത ദ കോസ്റ്റ് പെർ യൂണിറ്റ് എന്താണെന്ന് നോക്കി. അടുത്ത അല്ല, ഇതാണ് സെയിൽസ് വാല്യൂ വേരിയൻസ് മൈനസ് ആക്ച്വൽ വാല്യൂ വേരിയൻസ്. അങ്ങനെയാണോ? അല്ല, സെയിൽസ് വാല്യൂ വേരിയൻസ് മൈനസ് ആക്ച്വൽ സെയിൽസ്, പിന്നെന്തോ മൈനസ്? സെയിൽസ് വാല്യൂ വേരിയൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ സെയിൽസ് മൈനസ്, പറയാം, അത് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. സെയിൽസ് വാല്യൂ വേരിയൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ സെയിൽസിൽ നിന്ന് ബഡ്ജറ്റഡ് സെയിൽസ് കുറയ്ക്കുന്നതാണ് സെയിൽസ് വാല്യൂ വേരിയൻസ്. ആക്ച്വൽ സെയിൽസ് എത്രയാണോ, ആക്ച്വൽ സെയിൽസ് മൈനസ് ബഡ്ജറ്റഡ് സെയിൽസ് ആണ് സെയിൽസ് വാല്യൂ വേരിയൻസ് എന്ന് പറയാം. സെയിൽസ് ഈസ് ഈക്വൽ ടു സെയിൽസ് വാല്യൂ വേരിയൻസ്, SVV എന്ന് പറയും. സെയിൽസ് വാല്യൂ വേരിയൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ സെയിൽസ് മൈനസ് എന്താണെന്ന ബഡ്ജറ്റഡ് സെയിൽസ്. ഇവിടെ ബഡ്ജറ്റഡ് സെയിൽസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് സെയിൽസ് ഉണ്ട്, സെയിൽസ് മൈനസ് സെയിൽസ് മിക്സ് പ്രൈസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ, 2 ക്വസ്റ്റ്യനും ഒരേപോലെ ഒരാൾ തന്നെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. ഇവിടെ ഇതേ ഫോർമുലയുണ്ട്. അടുത്ത സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ഇത് തന്നെ ഇതേപോലെ ചിലതൊക്കെ തിരിച്ചു മറിച്ച് കൊടുത്തിട്ടുണ്ട്. അത് 2 ഒരാളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ വരില്ല. അപ്പോൾ സെയിൽസ് വാല്യൂ വേരിയൻസ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ സെയിൽസ് മൈനസ് നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഡിഫറൻസ് ആണല്ലോ. അപ്പോൾ ആക്ച്വൽ സെയിൽസ് മൈനസ് ബഡ്ജറ്റഡ് സെയിൽസ്, യഥാർത്ഥം നടന്ന സെയിൽസിൽ നിന്ന് ബഡ്ജറ്റഡ് സെയിൽസ് കുറയ്ക്കുമ്പോൾ അത് സെയിൽസ് വാല്യൂ വേരിയൻസ് കിട്ടും. ഓക്കെ, ബഡ്ജറ്റഡ് സെയിൽസ് എന്നാണ് നോക്കണം. അടുത്ത പറ, കോസ്റ്റ് പെർ യൂണിറ്റ്. വായിച്ചു.
സർ ആ ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്ന് കാണിക്കേ. സെയിൽസ് വാല്യൂ വേരിയൻസ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ സെയിൽസ് മൈനസ് ഡാഷ്. ആക്ച്വൽ സെയിൽസിൽ നിന്ന് ബഡ്ജറ്റഡ് സെയിൽസ് കുറച്ചാൽ സെയിൽസ് വാല്യൂ വേരിയൻസ് കിട്ടും. ആക്ച്വൽ സെയിൽസിൽ നിന്ന് ബഡ്ജറ്റഡ് സെയിൽസ് കുറച്ചാൽ സെയിൽസ് വാല്യൂ വേരിയൻസ് കിട്ടും. കേട്ടോ? സ്റ്റാൻഡേർഡ് സെയിൽസും ബഡ്ജറ്റഡ് സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് സ്റ്റാൻഡേർഡ് ബഡ്ജറ്റഡ് സെയിൽസ് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന സെയിൽസാണ്. ഇത് ചില പ്രത്യേക സംഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കോസ്റ്റ് ഒക്കെ അതിൻ്റെ നിലവാരം അനുസരിച്ച് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന കോസ്റ്റാണ് ഏത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയും. ബഡ്ജറ്റഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് സ്റ്റാൻഡേർഡ് കോസ്റ്റ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. രണ്ടും ഏകദേശം ഒന്നാവാം, പക്ഷെ അങ്ങനെ വരണമെന്നില്ല. കേട്ടുവോ? ഞാൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് നിങ്ങളെ പഠിപ്പിക്കാം, അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി പറയാം. ശരി, അടുത്ത പറഞ്ഞു. അടുത്ത ഇതല്ലേ? ആണോ? Dash cost per unit of production remains constant in marginal costing. അതായത് നമ്മൾ രണ്ട് കോസ്റ്റ് ഉണ്ട്. ഒന്ന് വേരിയബിൾ കോസ്റ്റ്, മറ്റൊന്ന് ഫിക്സഡ് കോസ്റ്റ്. ഈ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 100 രൂപ എന്നിരിക്കട്ടെ. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 500 രൂപയാണ് എന്നിരിക്കട്ടെ. നമ്മൾ ആ ബിസിനസ്സിൽ ഈ വേരിയബിൾ കോസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇത് ടോട്ടലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ കോസ്റ്റാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഏത്? വേരിയബിൾ കോസ്റ്റ് 100ഉം ഫിക്സഡ് കോസ്റ്റ് 500ഉം. ഈ വേരിയബിൾ കോസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന വേരിയബിൾ കോസ്റ്റ് 50 യൂണിറ്റ് ഉണ്ടാക്കാനുള്ള കോസ്റ്റാണിത്. 50 യൂണിറ്റ് ഉണ്ടാക്കുന്നതിനുള്ള കോസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്ന ഏത് വേരിയബിൾ കോസ്റ്റ്. ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ 50 യൂണിറ്റ് ഉണ്ടാക്കിയപ്പോൾ ഉള്ള ഫിക്സഡ് കോസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ കോസ്റ്റ് വിച്ച് ടെൻസ് ടു വേരി according to the volume of production or in relation to the quantity of output. ഔട്ട്പുട്ടിൻ്റെ വോളിയം അനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുക, അല്ലേ? വേരിയബിൾ കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് വിച്ച് ടെൻസ് ടു വേരി ഇൻ റിലേഷൻ ടു ദി വോളിയം ഓഫ് ഔട്ട്പുട്ട് ഓർ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഓർ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ. ഉൽപ്പാദനത്തിൻ്റെ തോതനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യും. ഉൽപ്പാദനം കൂടിയാൽ വേരിയബിൾ കോസ്റ്റ് കൂടും, ഉൽപ്പാദനം കുറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് കുറയും. പക്ഷേ ഫിക്സഡ് കോസ്റ്റോ? ഫിക്സഡ് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് വിച്ച് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഉൽപ്പാദനം കൂടുന്ന പോലും കുറയുന്ന പോലും ഫിക്സഡ് കോസ്റ്റ് എന്ത് തന്നെയായിരിക്കും? അത് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയും. ഫിക്സഡ് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് വിച്ച് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഉൽപ്പാദനത്തിൻ്റെ തോതനുസരിച്ച് മാറാതെ സ്ഥിരമായി നിൽക്കുന്ന കോസ്റ്റിനെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ 500 രൂപയാണ് ഫിക്സഡ് കോസ്റ്റ്. എത്ര യൂണിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയാലും അതിൻ്റെ കോസ്റ്റ് എന്ത് തന്നെയായിരിക്കും? 500 രൂപ തന്നെയായിരിക്കും. ആ പ്ലാന്റ് കപ്പാസിറ്റി എത്രയാണോ അത്രയും വരെ ഫിക്സഡ് കോസ്റ്റ് 500 തന്നെയായിരിക്കും. നമുക്ക് ഈ പ്ലാന്റിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, ഇപ്പം നമ്മൾ 50 യൂണിറ്റ് അല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ആ പ്ലാന്റിൽ നമുക്ക് 200 യൂണിറ്റ് ഉണ്ടാക്കാം. ആ 200 യൂണിറ്റ് അല്ല, എത്രയൊന്നും പറയുന്നില്ല, അപ് ടു ദി പ്ലാന്റ് കപ്പാസിറ്റി 200 യൂണിറ്റ് ഉണ്ടാക്കുന്നത് വരെ ഫിക്സഡ് കോസ്റ്റ് ഇത് തന്നെയായിരിക്കും, ഇതിന് മാറ്റം വരില്ല. ആ പ്ലാന്റിൻ്റെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ആ കോസ്റ്റ് എപ്പോഴും സ്ഥിരമായിരിക്കും, ഉൽപ്പാദനം അനുസരിച്ച് മാറില്ല. ആ പ്ലാന്റിൻ്റെ ലെവൽ ഓഫ് ആക്ടിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എത്രയാണോ അത്രയും വരെ നമുക്ക് പ്രൊഡക്ഷൻ നടന്നാലും ഫിക്സഡ് കോസ്റ്റ് ഒന്നായിരിക്കും. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞത് കോസ്റ്റ് വിച്ച് ചേഞ്ചസ് ഇൻ റിലേഷൻ ടു ദി വോളിയം ഓഫ് ഔട്ട്പുട്ട് ഓർ ലെവൽ ഓഫ് ആക്ടിവിറ്റി. അത് വോളിയം ഓഫ് ഔട്ട്പുട്ട് അനുസരിച്ച് കൂടും കുറയും. അപ്പോൾ ഈ കോസ്റ്റ് എന്ത് ചെയ്യും? കൂടും, അല്ലേ? അല്ലെങ്കിൽ കുറയും. ഇതോ ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ വേരിയബിൾ കോസ്റ്റിൻ്റെ പ്രത്യേകം നോക്കാം. നമ്മൾ 50 യൂണിറ്റ് ഉണ്ടാക്കിയപ്പോഴല്ലേ 100 രൂപയായത്? 50 യൂണിറ്റ് ഉണ്ടാക്കിയപ്പോഴാണ് 100 രൂപയായത്. അങ്ങനെയാണെങ്കിൽ വേരിയബിൾ കോസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് 1 യൂണിറ്റ് കൂടെ അധികം ഉണ്ടാക്കണമെങ്കിൽ 50 യൂണിറ്റിന് 100 രൂപ ആയപ്പോൾ 1 യൂണിറ്റിന് എത്ര രൂപയായി? 50 യൂണിറ്റ് ഉണ്ടാക്കാൻ 100 രൂപയാണ് വേരിയബിൾ കോസ്റ്റ് എങ്കിൽ 1 യൂണിറ്റ് ഉണ്ടാക്കാൻ 2 രൂപയായില്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ 1 യൂണിറ്റ് കൂടെ അധികം ഉണ്ടാക്കുമ്പോൾ, അതായത് ഇത് 51 യൂണിറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ
51 യൂണിറ്റ് നമ്മൾ ഉണ്ടാക്കിയാൽ ഇത് 102 രൂപയാകും അല്ലേ? ഇനി നമ്മൾ ഇവിടെ 51 പകരം നമ്മൾ നോക്കിയത് 52 യൂണിറ്റ് ഉണ്ടാക്കിയാലോ? 52 യൂണിറ്റ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് എത്ര ആവും? 104 രൂപയാകും. അതിൻ്റെ അർത്ഥം ഓരോ യൂണിറ്റ് അധികം, അതായത് ഞാൻ പറയുന്നത് 100 ദോശ ഉണ്ടാക്കാനാണ്, അല്ല 50 ദോശ ഉണ്ടാക്കാനാണ് 100 രൂപയുടെ അരിയും ഉഴുന്നു. ഒരു ദോശ, അപ്പോൾ ഒരു ദോശയ്ക്ക് 2 രൂപയുടെ അരി ഉഴുന്നുമായില്ലേ? അപ്പോൾ ഒരു ദോശ കൂടെ അധികം ഉണ്ടാക്കണമെങ്കിൽ ഉറപ്പായും 2 രൂപയുടെ അരി ഉഴുന്നും കൂടെ വേണ്ടേ? വേണം. അപ്പോൾ ഈ വേരിയബിൾ കോസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. വോളിയം കൂടുന്നതനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് കൂടി വരും. അപ്പോൾ ഇവിടെ 102 രൂപയായി, ഇവിടെ 104 രൂപയായി, കൂടി വരും. പക്ഷേ അവിടെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫിക്സഡ് ആയിരിക്കും. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫിക്സഡ്. നിങ്ങൾ 1500 ദോശ ഉണ്ടാക്കിയാലും ഒരു ദോശയ്ക്ക് 2 രൂപയുടെ ചിലവാകും. 2 രൂപയുടെ ഉഴുന്നും അരിയും വേണ്ടി വരും. എത്ര ദോശ ഉണ്ടാക്കിയാലും അത് വേണ്ടി വരും. എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ വേരി ചെയ്യും. എന്താ നോക്കി, ഇതാ ടോട്ടൽ വേരി ചെയ്യും. ഉൽപ്പാദനം കൂടുന്നതനുസരിച്ച് അത് കൂടി പോകും. ഉൽപ്പാദനം കുറയുന്നതനുസരിച്ച് അത് കുറഞ്ഞു വരും. ബട്ട് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഉൽപ്പാദനം അനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യുന്ന കോസ്റ്റാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഉൽപ്പാദനം അനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യും. ഉൽപ്പാദനം കൂടിയാൽ വേരിയബിൾ കോസ്റ്റ് കൂടും, ഉൽപ്പാദനം കുറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് കുറയും. പക്ഷേ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഇത് നമുക്ക് അടുത്ത വേറെ പരീക്ഷയ്ക്ക് ചോദിച്ചു. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അതാണ് ഈ പറഞ്ഞത്. 100 ദോശയ്ക്ക് 50 ദോശയ്ക്ക് 100 രൂപയുടെ അരിയും ഉഴുന്നുമായിട്ടുണ്ടെങ്കിൽ 51ാമത് ഒരു ദോശ കൂടെ ഉണ്ടാക്കണമെങ്കിൽ 2 രൂപയുടെ അരിയും ഉഴുന്നും കൂടെ വേണം. ഇനി 1000 ദോശ ഉണ്ടാക്കിയതിന് ശേഷം ഒന്നുകൂടെ ഉണ്ടാക്കാനാണെങ്കിൽ എന്ത് വേണം? 2 രൂപയുടെ അരി ഉഴുന്നും വേണം. ഇങ്ങനെ ഓരോ ദോശ ഉണ്ടാക്കുന്നതിനും അഡീഷണലായി കോസ്റ്റ് വേണ്ടി വരും. ഈ ഓരോ യൂണിറ്റിനും അധികമായി വരുന്ന കോസ്റ്റാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയാം. പക്ഷെ അതെപ്പോഴും പെർ യൂണിറ്റ് എന്തായിരിക്കും? പെർ യൂണിറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും, പെർ യൂണിറ്റ് ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ വേരിയബിൾ കോസ്റ്റിൻ്റെ പ്രത്യേകത അതാണ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഉൽപ്പാദനത്തിൻ്റെ തോതനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യുന്ന കോസ്റ്റാണ്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് വിച്ച് ഇൻക്രീസസ്. നോക്കി, ഇറ്റ് ഈസ് ദ കോസ്റ്റ് വിച്ച് ഇൻക്രീസസ് ബൈ പ്രൊഡ്യൂസിങ് 1 യൂണിറ്റ് മോർ ആൻഡ് ഇറ്റ് ഡിക്രീസസ് ബൈ പ്രൊഡ്യൂസിങ് 1 യൂണിറ്റ് ലെസ്. ശരിയല്ലേ? ഒരു യൂണിറ്റ് കൂടുതൽ ഉണ്ടാക്കിയാൽ കൂടും, ഒരു യൂണിറ്റ് കുറച്ചുണ്ടാക്കിയാൽ കുറയും. അങ്ങനെയുള്ള കോസ്റ്റ് അല്ലേ വേരിയബിൾ കോസ്റ്റ്? ആണ്. അതെപ്പോഴും പെർ യൂണിറ്റ് എന്തായിരിക്കും? വേരിയബിൾ കോസ്റ്റ് വേരി ചെയ്യുന്ന കോസ്റ്റാണ്, പെർ യൂണിറ്റ് ഫിക്സഡ് ആയിരിക്കും. ഇനി നിങ്ങൾ നോക്കി ഫിക്സഡ് കോസ്റ്റിലേക്ക് വരികയാണ്. ഈ പറഞ്ഞ കേട്ടെ, വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ വേരിയബിൾ ആയിരിക്കും, പെർ യൂണിറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും. ഇനി ഫിക്സഡ് കോസ്റ്റിലേക്ക്, ഫിക്സഡ് കോസ്റ്റ് 500 രൂപയാണ്. ഈ 500 രൂപ എന്ന് പറയുമ്പോൾ ആ പ്ലാന്റിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. അതായത് നമ്മളിപ്പോൾ പറയുന്നു, നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഒരു വലിയ പാത്രം ഒരു കടയിൽ നിന്ന് റെൻറ്റിന് വാടകയ്ക്ക് എടുത്തു. ഒരു വലിയ പാത്രം, എന്തോ നമ്മൾ പറയുന്ന അണ്ടാവോ അതുപോലെ എന്തെങ്കിലും, അല്ലെങ്കിൽ വാർപ്പോ അങ്ങനെ എന്തെങ്കിലും സാധനം വാടകയ്ക്ക് എടുത്തു. 250 രൂപയാണ് അതിന് വാടക. ഈ 2 പാത്രമുണ്ട്, അതിന് ചട്ടുമൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി 250 രൂപയാണ് വാടക. നിങ്ങൾ അതിനകത്ത് 2 കിലോ സാധനം പായസം ഉണ്ടാക്കിയാലും അതിനകത്ത് 100 കിലോ പായസം ഉണ്ടാക്കിയാലും ആ പാത്രം നിറച്ച് അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. എത്ര പായസം ഉണ്ടാക്കിയാലും വാടക 250 കൊടുത്താൽ പോരെ? അതാണ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി അച്ചീവ് ചെയ്യുന്നത് വരെ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, അത് മാറില്ല. ഫിക്സഡ് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് വിച്ച് റിമെയിൻസ് ഫിക്സഡ് ഓർ വിച്ച് റിമെയിൻസ് കോൺസ്റ്റന്റ് ഓർ വിച്ച് റിമെയിൻസ് അൺആൾട്ടേർഡ് വിത്തൗട്ട്, അല്ലെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ചേഞ്ചസ് ഇൻ ദി ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓർ വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ. ഉൽപ്പാദനത്തിൻ്റെ തോതനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ അളവനുസരിച്ചോ കൂടുകയോ കുറയുകയോ ചെയ്യാതെ എപ്പോഴും ഒരേപോലെ നിലനിൽക്കുന്ന കോസ്റ്റിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി,
250 രൂപയല്ലേ നമ്മൾ ആ വാർപ്പിന് കൊടുക്കേണ്ടി വന്ന വാടക? 200 രൂപ കൊടുത്ത് കണക്ക് ശരിയാവും, അല്ല എളുപ്പമാവുമല്ലോ. 200 രൂപയാണ് വാടക കൊടുക്കേണ്ടി വന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കുക, നമ്മൾ 10 കിലോ അലുവയാണ് ഉണ്ടാക്കിയെന്നിരിക്കട്ടെ. 10 കിലോ അലുവയാണ് ആ പാത്രത്തിൽ ഉണ്ടാക്കിയത്. പാത്രത്തിന് എത്ര വാടക? 200 രൂപ. 10 കിലോ അലുവയാണ് നമ്മൾ ഉണ്ടാക്കിയതെങ്കിൽ 1 കിലോ അലുവയ്ക്ക് 20 രൂപ വീതം വാടകയായില്ലേ? 200 രൂപ മൊത്തം വാടക പാത്രത്തിന്. 10 കിലോ അലുവയും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ 1 കിലോ അലുവയ്ക്ക് എത്ര രൂപ വീതം വാടകയായി? നമ്മൾ 20 കിലോ അലുവ ഉണ്ടാക്കിയാലോ? 10 പറ. 1 കിലോ അലുവയ്ക്ക് എത്ര രൂപ വെച്ച് വാടക എന്ന് പറയുന്ന കോസ്റ്റായി? 10 രൂപ. 100 കിലോ അലുവ ഉണ്ടാക്കിയെങ്കിൽ 2 രൂപ. ഈ 2 എന്നൊക്കെ പറഞ്ഞ് എന്താണ്? ഫിക്സഡ് കോസ്റ്റ് 2 രൂപയല്ലേ ആവുന്നുള്ളൂ. 200 കിലോ അലുവ ഉണ്ടാക്കിയാൽ ഫിക്സഡ് കോസ്റ്റ് എത്ര? 1 രൂപ. 1 കിലോയ്ക്ക് എത്രയാ? 1 രൂപ. അപ്പൊ നോക്കണം, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വേരിയബിൾ അല്ലേ മക്കളെ? ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ ഇത് തന്നെ, ടോട്ടൽ ഫിക്സഡ് ആണ് 500 രൂപ. പക്ഷെ ഉൽപാദനം കൂടുന്നതനുസരിച്ച് ഫിക്സഡ് കോസ്റ്റ്, ഉൽപാദനത്തിന്റെ തോതനുസരിച്ച് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വേരി ചെയ്യും. നിങ്ങൾ പറഞ്ഞു 10 കിലോയെ ഉണ്ടാക്കുന്നുള്ളെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഒരു യൂണിറ്റിന് 20 രൂപ. 20 യൂണിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഒരു യൂണിറ്റിന് 10 രൂപ. നമ്മൾ 100 യൂണിറ്റ് ഉണ്ടാക്കിയാൽ ഒരു യൂണിറ്റിന് 2 രൂപ. 200 യൂണിറ്റ് ഉണ്ടാക്കിയാൽ ഒരു യൂണിറ്റിന് 1 രൂപ. അപ്പൊ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വേരിയബിൾ അല്ലേ? അപ്പോ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫിക്സഡ് ആണ്, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വേരിയബിൾ ആണ്. ശരിയാണോ പറയുന്നേ? ശരിയാണ്. അപ്പോൾ ഒന്ന് കേട്ടെ, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫിക്സഡ് ആണ്, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വേരിയബിൾ ആണ്. ഇനി ഇവിടെ പറയുന്നത് ഡാഷ് കോസ്റ്റ് പെർ യൂണിറ്റ്, ഡാഷ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ് ഇൻ മാർജിനൽ കോസ്റ്റിംഗ്. ഏത് ഡാഷ് കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്, ഏത് കോസ്റ്റാണ് പെർ യൂണിറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിരിക്കുന്ന ഏത് കോസ്റ്റ്? ഫിക്സഡ്, വേരിയബിൾ, ടോട്ടൽ, സെമി ഫിക്സഡ്, എന്താ പറയുന്നു? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫിക്സഡ് ആയിരിക്കും അല്ലേ? പെർ യൂണിറ്റ് ഡാഷ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ്. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫിക്സഡ് ആയിരിക്കുന്നത് ഏത് കോസ്റ്റ് എന്ന് ചോദിച്ചാൽ അത് വേരിയബിൾ കോസ്റ്റ് ആണ്. എന്നാൽ കോസ്റ്റ് പെർ യൂണിറ്റ് വേരിയബിൾ ആണെങ്കിൽ അത് ഏത് കോസ്റ്റ് ആയിരിക്കും? ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വേരിയബിൾ ആയിരിക്കും, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫിക്സഡ് ആയിരിക്കും. മനസ്സിലിരുന്നോട്ടെ. അപ്പൊ ഇതിന്റെ ഉത്തരം വേരിയബിൾ കോസ്റ്റ്. അടുത്ത നോക്കിയേ, ഡാഷ് ചേഞ്ചസ്, വായിച്ചോ. Dash changes according to the change in the quantity of production. ഞാനിപ്പോൾ പറഞ്ഞു ഡാഷ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദി എന്താ പറയുക, അക്കോർഡിംഗ് ടു ദി ചേഞ്ചസ് ഇൻ ദി ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദനത്തിന്റെ തോതനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റ് ഇതിലേത്? ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. അത് പെർ യൂണിറ്റ് അല്ല ചോദിച്ചത്. ഉൽപാദനത്തിന്റെ പ്രൊഡക്ഷന്റെ തോതനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യുന്ന കോസ്റ്റ് ഏത്? വേരിയബിൾ കോസ്റ്റ് അല്ലേ? നിങ്ങൾ നേരത്തെ പറഞ്ഞു 50 യൂണിറ്റിനാണെങ്കിൽ 100 രൂപ അല്ലേ, 51 യൂണിറ്റിനാണെങ്കിൽ 102 രൂപ, 55 യൂണിറ്റ് ആണെങ്കിൽ 110 രൂപ. ഇങ്ങനെ ആവില്ലേ? ഉൽപാദനത്തിന്റെ തോതനുസരിച്ച് മാറുന്ന കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് അല്ലേ? അപ്പൊ അങ്ങോട്ട് പറഞ്ഞു തീർന്നേ ഉള്ളൂ. വേരിയബിൾ കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് വിച്ച് വേരീസ് in relation to the volume of output or level of activity. വോളിയം ഓഫ് ഔട്ട്പുട്ട് അനുസരിച്ച് അല്ലെങ്കിൽ ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് ആനുപാതികമായി കൂടുകയും കുറയുകയും ചെയ്യുന്ന കോസ്റ്റിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുക. ഫിക്സഡ് കോസ്റ്റ് ആണെങ്കിൽ അതെപ്പോഴും ഫിക്സഡ് ആയിരിക്കും. എന്നാൽ തിരിച്ച് ഇതിൻ്റെ വേറൊരു സ്വഭാവമുള്ളതെന്ന് പറഞ്ഞാൽ ഏതാ?
വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എടുത്താൽ അത് ഫിക്സഡ് ആയിരിക്കും, ഫിക്സഡ് കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് വേരിയബിൾ ആയിരിക്കും. അതതിൻ്റെ വേറൊരു സ്വഭാവം അല്ലേ? അത് വേറെ പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി, ഡാഷ് കോസ്റ്റ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദി ചേഞ്ച് ഇൻ ദി ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദനത്തിൻ്റെ തോതിൽ വരുന്ന മാറ്റമനുസരിച്ച് മാറുന്ന കോസ്റ്റ് ഏത്? വേരിയബിൾ കോസ്റ്റ്. നമ്മൾ നേരത്തെ വാർപ്പെടുത്തപ്പോൾ 200 രൂപ വാടക, അതിനകത്ത് 25 കിലോ അലുവ ഉണ്ടാക്കാം. ആ 25 കിലോ വരെ ഉണ്ടാക്കുന്നതിന് ആ വാടക കൊടുത്താൽ പോരെ, ആ കോസ്റ്റ് മാറില്ല. പക്ഷേ 5 കിലോ അലുവ ഉണ്ടാക്കുന്നതിനുള്ള മെറ്റീരിയൽസ് അല്ലല്ലോ 6 കിലോയ്ക്ക് വേണ്ടത്, 7 കിലോയ്ക്ക് അതിനേക്കാൾ കൂടുതൽ വേണ്ടേ? അതാണ് വേരിയബിൾ കോസ്റ്റ്. അത് വീണ്ടും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഡാഷ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദി ചേഞ്ച് ഇൻ ദി ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ. ഏത് കോസ്റ്റ്? വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്? വേരിയബിൾ കോസ്റ്റ് ഉൽപാദനത്തിൻ്റെ തോതനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റാണ്. ഫിക്സഡ് കോസ്റ്റ് ഉൽപാദനത്തിൻ്റെ തോതനുസരിച്ച് മാറില്ല, അത് ദാറ്റ് വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. യെസ്, അടുത്ത. The amount of contribution in break-even sales is equal to that. ബ്രേക്ക് ഈവൻ സെയിൽ എന്ന് പറയുമ്പോൾ ദ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഇൻ ബ്രേക്ക് ഈവൻ സെയിൽ. ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താ? അതായത് മാർജിനൽ കോസ്റ്റിംഗിൽ നമ്മൾ കേൾക്കുന്നുണ്ട് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. എന്തോന്നാണ്? സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കോൺട്രിബ്യൂഷൻ. സെയിൽസ് എന്ന് പറയുന്നത് വിറ്റവില, വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു ഏത് കോസ്റ്റ്? ഉൽപാദനത്തിൻ്റെ തോതനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റാണോ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്ന കോസ്റ്റാണോ വേരിയബിൾ കോസ്റ്റ്? ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റാണ് വേരിയബിൾ കോസ്റ്റ്. പിന്നെ അതിൻ്റെ സ്വഭാവം ഉള്ളത് പെർ യൂണിറ്റ് ഫിക്സഡ് ആയിരിക്കും അല്ലേ? അത് പോട്ടെ. അപ്പോൾ ഇവിടെ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻ, സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുന്നതാണ് കോൺട്രിബ്യൂഷൻ. ഈ സെയിൽസ് എന്തൊക്കെ ചേരുന്നതാണെന്ന് അറിയാമോ? സെയിൽസ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് നമുക്ക് വേണ്ടുന്ന പ്രോഫിറ്റ്. വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും നമുക്ക് വേണ്ട പ്രോഫിറ്റും കൂടെ ചേരുന്നതാണ് സെയിൽസ്. അല്ലേടെ പുണ്യത്തിനാണ് ബിസിനസ് ചെയ്യണേ? ഒരു സാധനത്തിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് മക്കളെ എന്തൊന്നും ആയിക്കോട്ടെ, അതിന്റെ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും. അപ്പോൾ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടെ കൂട്ടുന്നതാണ് സെയിൽസ്. ആ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റിങ് കുറച്ചാൽ ബാക്കി കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ എന്തൊക്കെ ആയിരിക്കും? പോയി. സെയിൽസ് എന്ന് പറയുന്നത് ഒരു കുപ്പിക്കകത്ത് കുറച്ച് പാലും പഞ്ചസാരയും കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് പാലും എടുത്താൽ ബാക്കി എന്ത് കിട്ടൂടെ? പാലുണ്ട്, പഞ്ചസാരയുണ്ട്, വെള്ളമുണ്ട്. പാല് വേർതിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ എന്ത് കിട്ടും? അത്രേ ഉള്ളൂ. അപ്പൊ സെയിൽസ് എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നതാ കുരങ്ങ? വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടെ ചേരുന്നതാണ് സെയിൽസ്. ആ സെയിൽസിനകത്ത് നിന്ന് വേരിയബിൾ കോസ്റ്റും എടുത്താൽ ബാക്കി കിട്ടുന്ന സാധനം എന്തൊക്കെയാ? അതിന് പറയുന്ന കോമൺ നെയിമാണ് കോൺട്രിബ്യൂഷൻ. അപ്പൊ ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാ? ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയാ? പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഫിക്സഡ് കോസ്റ്റിനോടൊപ്പം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേരുന്നതാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞു നിങ്ങളോട്, സെയിൽസ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, അതാണ് സെയിൽസ്. ആ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റിങ് കുറച്ചാൽ ബാക്കി കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ. ഈ കോൺട്രിബ്യൂഷനകത്ത് എന്തൊക്കെ ഉണ്ട്? അത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. ഈ കോൺട്രിബ്യൂഷനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ? ഉറപ്പാണ്, നാളെയും ഇത് പറയണം. കോൺട്രിബ്യൂഷനകത്തുള്ളത് ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റുമാണ്. അതിൽ നിങ്ങൾ ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ സെയിൽ എന്ന് പറഞ്ഞാൽ ലാഭവും നഷ്ടവും ഇല്ലാത്ത ഒരവസ്ഥ, അതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഇറ്റ് ഇസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദർ ഈസ് നോ പ്രോഫിറ്റ് ആൻഡ് നോ ലോസ്, അതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ബ്രേക്ക് ഈവൻ സെയിൽ എന്ന് പറഞ്ഞാലോ, എത്ര സെയിൽ നടക്കുമ്പോഴാണോ ലാഭവും നഷ്ടവും ഇല്ലാതെ പോവുക. നമ്മൾ പറയുന്നു ഒരു 5000 രൂപയുടെ സെയിൽ നടന്നാൽ ലാഭവും നഷ്ടവും ഇല്ലാതെ പോകും. ആ സെയിലാണ് ബ്രേക്ക് ഈവൻ സെയിൽ അല്ലേ?
അപ്പോൾ ബ്രേക്ക് ഈവൻ സെയിലിൽ നോക്കണം. ഇനി ഒന്നുകൂടെ കേട്ടിട്ട് നിങ്ങൾ തന്നെ മറുപടി പറയണം. സെയിൽസിനകത്തുനിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ കോൺട്രിബ്യൂഷൻ കിട്ടും. ആ കോൺട്രിബ്യൂഷനകത്ത് എന്തൊക്കെ കാണും? ഫിക്സഡ് കോസ്റ്റും കാണും, പ്രോഫിറ്റും കാണും. പക്ഷേ ഈ ബ്രേക്ക് ഈവൻ പോയിന്റിൽ അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ സെയിലിനകത്ത് എന്തില്ല? പ്രോഫിറ്റ് ഇല്ല. അപ്പൊ ബ്രേക്ക് ഈവൻ സെയിലിൽ പ്രോഫിറ്റ് ഇല്ല. അപ്പൊ ബ്രേക്ക് ഈവൻ സെയിലിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്തിനു തുല്യമായിരിക്കും? കത്തിയില്ലേ? കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന പ്രോഫിറ്റും അല്ല ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടെ ചേരുന്നതാണ്. ബ്രേക്ക് ഈവൻ സെയിലിൽ പ്രോഫിറ്റ് ഇല്ല. അപ്പൊ ബ്രേക്ക് ഈവൻ സെയിലിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്ത് മാത്രമായിരിക്കുമെന്ന്? ഫിക്സഡ് കോസ്റ്റ് മാത്രമായിരിക്കും. അത് കത്തുവോ? സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്ന എമൗണ്ട് ആണ് കോൺട്രിബ്യൂഷൻ. ആ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടി ചേരുന്നതാണ്. പക്ഷെ ബ്രേക്ക് ഈവൻ സെയിലിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് മാത്രമായിരിക്കും. കാരണം ബ്രേക്ക് ഈവൻ സെയിൽ എന്ന് പറയുമ്പോൾ ആ സെയിലിൽ പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. അപ്പൊ ബ്രേക്ക് ഈവൻ സെയിലിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്ത് മാത്രം? അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നു, നോക്കി, ദ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഇൻ ബ്രേക്ക് ഈവൻ സെയിൽ ഈസ് ഈക്വൽ ടു കിട്ടിയ. ഇനി ഇതൊരു ഈ പറയുന്നതെല്ലാം ഇനി ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ എഴുതിക്കോണം. അപ്പോൾ ദ എമൗണ്ട് ഓഫ് ഉറപ്പായും അടുത്ത പരീക്ഷയ്ക്ക് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ദ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഇൻ ബ്രേക്ക് ഈവൻ സെയിൽ ഈസ് ഈക്വൽ ടു ഏത്? ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് സാധാരണ പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാണും? ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും. പക്ഷെ ബ്രേക്ക് ഈവൻ സെയിലിലെ കോൺട്രിബ്യൂഷനകത്ത് ഫിക്സഡ് കോസ്റ്റ് മാത്രമേ കാണൂ, അവിടെ പ്രോഫിറ്റ് കാണില്ല. ഓക്കെ, അപ്പോൾ അടുത്തിലേക്ക് പോകാം. വായിച്ചോ, നിങ്ങൾ വായിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. If the standard price and the actual price of a material are rupees 10 and rupees 12 respectively. നിങ്ങടെ സ്റ്റാൻഡേർഡ് പ്രൈസ്. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസ് ഉണ്ട്, ആക്ച്വൽ പ്രൈസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് പ്രൈസ് എത്ര? സ്റ്റാൻഡേർഡ് പ്രൈസ് 10, ആക്ച്വൽ പ്രൈസ് എത്ര? 12. ഓക്കെ, അപ്പൊ SP AP അത് രണ്ടും കിട്ടിയിട്ടുണ്ട്. അടുത്ത ആൻഡ് actual quantities. ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ AQ എന്ന് പറയുന്നത് എത്ര? 2100. അതാണ് ആക്ച്വൽ ക്വാണ്ടിറ്റി. അത് അത്രയും രൂപയല്ല, യൂണിറ്റ് ആണ് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നതാണ്. അടുത്ത Which is more than standard quantity by 100 units. ഈ 2100 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് യൂണിറ്റിനേക്കാൾ എത്ര? 100 യൂണിറ്റ് കൂടുതലാണ്. അതവിടെ ഇരുന്നോട്ടെ. അടുത്ത What is material price variance? What is the material price variance? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കണ്ടുപിടിക്കും. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് മനസ്സിലാക്കി വെച്ചേക്കണം. ഇത് ഏതുമായി ബന്ധപ്പെട്ട വേരിയൻസ് അനാലിസിസ് വരുന്ന എവിടെയാ? Cost account. ഏത് കോസ്റ്റ്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് വേരിയൻസ് അനാലിസിസ്. അവിടെ എല്ലാം വേരിയൻസ് അനാലിസിസ് ആണ്, കേട്ടല്ലോ. അപ്പോൾ ഇത് വേരിയൻസ് അനാലിസിസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് അല്ലേ കാണേണ്ടത്? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കണ്ടുപിടിക്കുന്നതിന് ഫോർമുലയുണ്ട്. എന്താണെന്ന് അറിയാമോ? പറയട്ടെ. SP മൈനസ് AP ഇൻറ്റു AQ. ഒന്നുകൂടെ പറയുന്നു, SP മൈനസ് AP ഇൻറ്റു AQ. ഇതാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. SP മൈനസ് AP ഇൻറ്റു AQ. SP എത്ര? 10 രൂപ. AP എത്ര? 12. ഇൻറ്റു AQ എത്ര? 2 രൂപ. അപ്പൊ SP മൈനസ് AP, SP എന്ന് പറയുന്നത് 10 മൈനസ് AP എന്ന് പറയുന്നത് 12 ഇൻറ്റു AQ എന്ന് പറയുന്നത് 2100. SP മൈനസ് AP ഇൻറ്റു AQ. സ്റ്റാൻഡേർഡ് പ്രൈസ്
മൈനസ് ആക്ച്വൽ പ്രൈസ്, സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. എസ് പി മൈനസ് എ പി ഇൻറ്റു എ ക്യു എത്ര കിട്ടും? 4000. നീ സൈൻ ഒന്നും നിങ്ങൾ അറിയണ്ട. 10 നിന്ന് 12 പോയാൽ ബാക്കി രണ്ടുണ്ടല്ലോ, നെഗറ്റീവോ പോസിറ്റീവോ ആണെന്ന് പറയാം. രണ്ടില്ല ഉണ്ടാ? 4200. 4200. ഇവിടെ 4200 എന്നുണ്ടല്ലോ, ഉണ്ടോ? ഉണ്ട്. 4200 ഏത്? സ്റ്റാൻഡേർഡ് കൂടിയിരുന്നാൽ, അതായത് അല്ലെങ്കിൽ ആക്ച്വലാണ് കൂടുന്നതെങ്കിൽ, ആക്ച്വൽ കൂടിയാൽ 10 രൂപ ആകുമെന്ന് വിചാരിച്ചു, പക്ഷേ ആക്ച്വലായിട്ട് 12 രൂപയായി. അപ്പോൾ അത് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ? പറ. അത് നേരത്തെ ഞാൻ പറഞ്ഞതാ അല്ലേ? 10 രൂപ ആകുമെന്ന് വിചാരിച്ചു, പക്ഷേ 12 രൂപ ആയി. അപ്പോൾ അത് അൺഫേവറബിൾ ആണ്. അപ്പോൾ ഇത് എസ് പി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചത്, പക്ഷേ സംഭവിച്ചത് 12. അപ്പോൾ എസ് പി മൈനസ് എ പി എന്ന് പറയുമ്പോൾ -2 അല്ലേ വരുന്നത്? ആണോ? ഇൻറ്റു 2100 എത്ര കിട്ടും? -4200 എന്ന് പറയുന്നതിന് പകരം 4200 ആഡ്വേഴ്സ് എന്ന് പറയും. എന്താ പറയും? ആഡ്വേഴ്സ് അല്ലെങ്കിൽ അൺഫേവറബിൾ എന്താ പറഞ്ഞാലും മതി. ആഡ്വേഴ്സ് അല്ലെങ്കിൽ അൺഫേവറബിൾ എന്താ പറയുന്നു? അപ്പോൾ ഇതിലെ ഉത്തരം 4200 ഫേവറബിൾ, 4200 ആഡ്വേഴ്സ്, 4000 ഫേവറബിൾ, 4000 ആഡ്വേഴ്സ്. ഇതിലേതാ ശരി? 4200 ആഡ്വേഴ്സ്. എന്തുകൊണ്ട് ആഡ്വേഴ്സ് വന്നു? ഇതിൻ്റെ ഫോർമുല എസ് പി മൈനസ് എ പി ഇൻറ്റു എ ക്യു എന്നാണ്. എസ് പി മൈനസ് എ പി ഇൻറ്റു എ ക്യു. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ അത് അൺഫേവറബിൾ വേരിയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ആഡ്വേഴ്സ് വേരിയൻസ് എന്ന് പറയും. പോസിറ്റീവാണ് കിട്ടുന്നതെങ്കിൽ ഫേവറബിൾ വേരിയൻസ് എന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? നെഗറ്റീവാണ്, അതായത് അൺഫേവറബിൾ വേരിയൻസ്. നെഗറ്റീവ് എന്ന് പറയേണ്ട, അതിന് പകരമാണ് നമ്മൾ അൺഫേവറബിൾ അല്ലെങ്കിൽ ആഡ്വേഴ്സ് വേരിയൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ ഇത്? ഇതേപോലെ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അവർ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനകത്ത് കൂടുതലും കൊണ്ട് കൈ കൊടുത്തിരിക്കുകയാണ്. ഇനി അതുമായി ചവിട്ടി മുമ്പോട്ട് പോകാം. അപ്പം നമ്മൾ ശ്രദ്ധിച്ചോണം. ഒന്നുകൂടെ പറഞ്ഞേ. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കണ്ടുപിടിക്കുന്നത് എസ് പി മൈനസ് എ പി ഇൻറ്റു എ ക്യു അല്ലേ? അപ്പോൾ എസ് പി മൈനസ് എ പി ഇൻറ്റു എ ക്യു ഇത് തിരിച്ചെഴുതിയാലും നമുക്ക് 4200 കിട്ടും, പക്ഷേ സംഭവം തെറ്റിപ്പോകും. എസ് പി മൈനസ് എ പി ഇൻറ്റു എ ക്യു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4200 നെഗറ്റീവാണ് എന്ന് പറഞ്ഞാൽ അൺഫേവറബിൾ ആണ്. ഇതാണ് ഉത്തരം. ആഡ്വേഴ്സ് 4200 ആഡ്വേഴ്സ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഓക്കെ, അടുത്ത് നോക്കിക്കോളൂ. ദ നെറ്റ് പർച്ചേസ് മെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ഈസ്, വായിച്ചോ. വായിക്കടാ. Opening stock cost and closing stock at stock were rupees 2,50,000 and rupees 1,50,000 respectively. What is the cost of goods sold? അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത് പർച്ചേസ്, അതായത് നെറ്റ് പർച്ചേസ്. ഇത് എന്താ ഒരു ഏത് സ്റ്റോക്ക് മക്കളെ? ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക്, ഇത് ക്ലോസിംഗ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാം. പെട്ടെന്നൊന്ന് കണ്ടേ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡയറക്റ്റ് എക്സ്പെൻസ് ഇല്ലാന്നേ ഉള്ളൂ. അതിന് കരയൊന്നും വേണ്ട, ഉള്ളത് വെച്ച് ചെയ്താൽ മതി. വേഗമാട്ടെ. 13 ലക്ഷം, 11 ലക്ഷം, 13,50,000, 15 ലക്ഷം. കിട്ടിയില്ലേ? ഫോർമുല എന്ന് പറഞ്ഞേ Opening stock plus net purchase plus direct expense minus cost. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ്, പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് ഇല്ല, അതുകൊണ്ട് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അങ്ങനെ എഴുതിയാൽ മതി. എത്ര കിട്ടുമെന്ന് പെട്ടെന്ന് പറയാമല്ലോ, സമയമൊന്നും കളയരുത് അതിന്. വേരിയൻസ് കാണാൻ ഇച്ചിരി സമയം എടുത്താലും കുഴപ്പമില്ല, ഇതിനൊക്കെ സമയം കളയില്ല. ഇതൊക്കെ 2 ദിവസം കൊണ്ട് തകർത്ത് പറയുന്നതാണ്. 13 lakh.
13 ലക്ഷം. ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസറും കൂട്ടി ഡയറക്റ്റ് എക്സ്പെൻസ് കുറയ്ക്കാൻ നിങ്ങൾക്ക് ഇത്ര സമയമുണ്ടോ? അല്ല, ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, ക്ലോസിംഗ് ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസറും 13 ലക്ഷം. 13 ലക്ഷം. ആ ശരി, അപ്പോൾ 13 ലക്ഷം. അത് കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്കറിയാം. അടുത്ത പറ. Expense incurred for office work of a firm is ആ, dash. ഓഫീസിലുണ്ടായ ചെലവുകളാണ് അതിന് പറയുന്നത്. സെല്ലിംഗ് ഓവർഹെഡ്, പ്രൊഡക്ഷൻ ഓവർഹെഡ്, വർക്ക്സ് ഓവർഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. എന്താ പറയും? അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. ഓഫീസിൽ ഉണ്ടാകുന്നത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, അടുത്തായി. What ratio indicate the long-term financial position of a firm? ആ, ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ലോങ് ടേം സോൾവൻസി കണ്ടുപിടിക്കാനുള്ള റേഷ്യോകൾ ഏതെല്ലാം? അതാണ് നിങ്ങൾ അറിയേണ്ടത്. ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയുന്നതാണ് കറണ്ട് റേഷ്യോ, പിന്നെ കിക്ക് റേഷ്യോ, പിന്നെ വേറൊന്നുണ്ട് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ എന്ന് പറയും, കള. അടുത്തത് ലോങ് ടേം സോൾവൻസി റേഷ്യോ അല്ലെങ്കിൽ അതിന് സോൾവൻസി റേഷ്യോ എന്ന് പറയും. സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നതാണ് ഏതൊക്കെ? ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, പ്രൊപ്പറൈറ്ററി റേഷ്യോ, പിന്നെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, പ്രൊപ്പറൈറ്ററി റേഷ്യോ, പിന്നെ ഡെറ്റ് സർവീസ് റേഷ്യോ, ഡെറ്റ് സർവീസ് റേഷ്യോ, Debt equity ratio അല്ലേ? ഡെറ്റ് ഇക്വിറ്റി, അതാ പറഞ്ഞ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, പ്രൊപ്പറേറ്ററി റേഷ്യോ, ഡെറ്റ് സർവീസ് റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. ഗിയറാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. ഇവകളൊക്കെ എന്ത് റേഷ്യോകളാണ്? സോൾവൻസി റേഷ്യോസ് അല്ലെങ്കിൽ ലോങ് ടേം സോൾവൻസി എന്ന് ചിലർ പറയും. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ലോങ് ടേം സോൾവൻസി റേഷ്യോ ഇവിടെ പറയുന്നത് വിച്ച് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം. ഇതിൽ ഏത് റേഷ്യോ ആണ് ഒരു സ്ഥാപനത്തിൻ്റെ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന റേഷ്യോ? ലിക്വിഡിറ്റി റേഷ്യോ ഏത് കാറ്റഗറിയിൽ വരുന്ന റേഷ്യോ? ലിക്വിഡിറ്റി പൊസിഷൻ കാണിക്കുന്ന റേഷ്യോ ആണ്. ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞ് ഇതിലൊന്നുമല്ല, അത് വേറെ ഈ കാറ്റഗറിയിലല്ല. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഒരു പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറയുന്ന വേറൊരു കാറ്റഗറി ഉണ്ട്, അത് സോൾവൻസി റേഷ്യോ അല്ല. സോൾവൻസി റേഷ്യോ ഇവിടെ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന റേഷ്യോകളെയാണ് സോൾവൻസി റേഷ്യോസ് എന്ന് വിളിക്കുക. Solvency ratio. ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ, ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോസ്. ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന റേഷ്യോ ആണ് സോൾവൻസി റേഷ്യോസ്, അല്ലേ? ആ സോൾവൻസി റേഷ്യോയിൽ വരുന്നതാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, പ്രൊപ്പറേറ്ററി റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, പിന്നെ ഡെറ്റ് സർവീസ് റേഷ്യോ. ഇതൊക്കെ ആ കാറ്റഗറിയിൽ വരുന്ന റേഷ്യോകളാണെന്നേ ഉള്ളൂ. അപ്പോൾ ഈ റേഷ്യോ ഡെറ്റ് ഇക്വിറ്റി, ഇപ്പോൾ അടുത്ത തവണ ചോദിക്കുന്നത് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഏത് വിഭാഗത്തിൽപ്പെട്ട റേഷ്യോ? പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണോ, ടേൺ ഓവർ റേഷ്യോ ആണോ, സോൾവൻസി റേഷ്യോ ആണോ, ലിക്വിഡിറ്റി റേഷ്യോ ആണോ? എന്താ പറയും? സോൾവൻസി റേഷ്യോ. ഇപ്പൊ അടുത്ത് ചോദിക്കുന്നു കറണ്ട് റേഷ്യോ ഏത് കാറ്റഗറിയിൽപ്പെട്ട റേഷ്യോ, ഏത് ക്ലാസ്സിൽ വരുന്ന റേഷ്യോ? Liquidity ratio. ലിക്വിഡിറ്റി റേഷ്യോ. കിക്ക് റേഷ്യോ എന്ന് പറയുന്നത് എന്ത് റേഷ്യോ? ലിക്വിഡിറ്റി റേഷ്യോ. പ്രൊപ്പറൈറ്ററി റേഷ്യോ എന്ന് പറഞ്ഞാൽ സോൾവൻസി റേഷ്യോ, അല്ലേ? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, അതൊക്കെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. അപ്പോൾ ഇവിടെ ഇത്രയും ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതായത് കൊടുത്തിരിക്കുന്നതിൽ സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത് ഏതാണ്? വിച്ച് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ, അതാണ് സോൾവൻസി റേഷ്യോ. സോൾവൻസി റേഷ്യോ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന റേഷ്യോ സോൾവൻസി റേഷ്യോ. അടുത്ത പരീക്ഷയിൽ ചോദിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ സോൾവൻസി റേഷ്യോ ഏത് എന്നായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അടുത്തിലേക്ക് പോകാം. അടുത്ത പറ. A huge amount spent for advertisement of a new product and its effect will remain for 3-4 years. How it is treated in accounting? Deferred revenue. ഡെഫേർഡ് റവന്യൂ. ഉറപ്പ് തന്നെയുടെ ശരി, ഡെഫേർഡ് റവന്യൂ. അടുത്ത് പറ. Near money ratio is the relationship between നിയർ മണി റേഷ്യോ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡാഷ് എന്നല്ലേ പറഞ്ഞ്. അതായത് ഈ നിയർ മണി റേഷ്യോ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്. ലിക്വിഡിറ്റി റേഷ്യോസിനെയാണ് നിയർ മണി റേഷ്യോ എന്ന് പറയുന്നത്, പണത്തോട് അടുത്ത് നിൽക്കുന്ന റേഷ്യോ. ലിക്വിഡിറ്റി റേഷ്യോകളെയാണ് എന്ത് നിയർ മണി റേഷ്യോസ്. അതിലൊന്നാണ് കറണ്ട് റേഷ്യോ.
അതിനേക്കാൾ കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന റേഷ്യോ ആണ് ക്വിക്ക് റേഷ്യോ. കേട്ടുവോ? കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് റേഷ്യോയുടെ ഫോർമുല എന്താ? കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് റേഷ്യോയുടെ ഫോർമുല എങ്ങനെയാ? കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു കറണ്ട് റേഷ്യോ. ഇതൊരു ക്വിക്ക് റേഷ്യോ ആണ്. ഇനി അടുത്ത കേട്ടോ, അതോ ഇതാണ് കറണ്ട് റേഷ്യോ. അടുത്തത് ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു ക്വിക്ക് റേഷ്യോ. ഇത് രണ്ടും ലിക്വിഡിറ്റി, ഇത് ലിക്വിഡിറ്റി റേഷ്യോ ആണ്, ഇത് ലിക്വിഡിറ്റി റേഷ്യോ ആണ്. ഇനി ഒരു ലിക്വിഡിറ്റി റേഷ്യോ ഉണ്ട്. അത് ഏതാന്ന് ചോദിച്ചാൽ ക്യാഷ് പൊസിഷൻ റേഷ്യോ എന്ന് പറയും. അത് അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ് ഡിവൈഡ് ബൈ അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് റേഷ്യോ അല്ല കറണ്ട് ലയബിലിറ്റി എന്ന് പറയാം. അങ്ങനെ റേഷ്യോ ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് അത് നമ്മൾ കാണുന്നില്ല. അപ്പോൾ നമുക്കിത് രണ്ടെണ്ണം പറഞ്ഞത് രണ്ട് ലിക്വിഡിറ്റി റേഷ്യോസ്. ഏതൊക്കെ പേര് പറയുകയാണെങ്കിൽ മൂന്നും പറയാം. കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, അല്ലെങ്കിൽ ഈ ക്വിക്ക് റേഷ്യോയുടെ വേറൊരു പേരാണ് ലിക്വിഡ് റേഷ്യോ. കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ പഠിച്ചു വെച്ചേരെ. ലിക്വിഡിറ്റി റേഷ്യോ ചിലപ്പോൾ അത് മാത്രം മതിയാവും, കൂടുതൽ വിവരം ഒന്നും വേണ്ട, ഇത് മതി. ഏതൊക്കെ ലിക്വിഡിറ്റി റേഷ്യോസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ലിക്വിഡിറ്റി റേഷ്യോ ഏത്? ലിക്വിഡിറ്റി റേഷ്യോ മൂന്നെണ്ണം. ഏതൊക്കെ? കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, പിന്നെ അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. കറണ്ട്, ലിക്വിഡ്, അബ്സല്യൂട്ട് ലിക്വിഡ്. ഒന്ന് പറഞ്ഞ മക്കളെ, കറണ്ട്, ലിക്വിഡ്, അബ്സല്യൂട്ട് ലിക്വിഡ്. കറണ്ട് റേഷ്യോ കാണുന്നത് കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ കറണ്ട് അസറ്റും വരും. അതിൽ ഈ കറണ്ട് അസറ്റുകൾ ഇന്ന് ഇത്തിരി ഉച്ചയ്ക്ക് മുമ്പ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, കറണ്ട് അസറ്റുകളിലെ ഏറ്റവും അവസാനത്തെ രണ്ടെണ്ണമാണല്ലോ നോൺ കറണ്ട് എന്ന് പറയുന്നത്. അത് ഏതൊക്കെ? സ്റ്റോക്കും ആ സുനാങ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെയൊക്കെ ക്വിക്ക് അസറ്റ് എന്നാണ് പറയുന്നത്. ആ ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നതാണ് ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത്. ആ ക്വിക്ക് ഇത് രണ്ടും പണവുമായി ബന്ധമുള്ള റേഷ്യോകളാണ്. പക്ഷേ ഇത് ഒരു നിയർ മണി റേഷ്യോ ആണ്. പക്ഷെ അതിനേക്കാൾ നിയർ മണി റേഷ്യോ എന്ന് പറയുന്നത് ഇതല്ലേ, ക്വിക്ക് അസറ്റ് ആണ്. കാരണം ഇതിനകത്ത് നോൺ കറണ്ട് അസറ്റും ഉണ്ട്, അല്ല നോൺ കറണ്ട് അല്ല, നോൺ ലിക്വിഡ് അസറ്റും ഉണ്ട്. ഇതിനകത്ത് ലിക്വിഡ് അസറ്റുകൾ മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ പറയാവുന്നത് താൻ നോക്കി, നിയർ മണി റേഷ്യോ എന്ന് പറയുന്ന കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി ഈ റേഷ്യോ ആണോ? ഇത് അതുപോലെ തന്നെ ഇത് ഇനി രണ്ടാമത് ക്വിക്ക് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. ഈ ലയബിലിറ്റീസ് ഉദ്ദേശിക്കുന്ന കറണ്ട് ലയബിലിറ്റി ആണ്, അല്ലാതെ ഇങ്ങനെ പറയത്തില്ല. അത് അവർക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ ക്വിക്ക് അസറ്റ് ഡിവൈഡ് ക്വിക്ക് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് അല്ല, ഇവിടെ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയണം. ക്വിക്ക് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി എല്ലാം കറണ്ട് ലയബിലിറ്റിയാണ്. അങ്ങനെയാണ് പറയേണ്ടത് ഇത് രണ്ടിലും. ഇതിനകത്തുണ്ട് ഉത്തരം. അപ്പോൾ ഇതിൽ ഏതാണെന്ന് പറഞ്ഞാൽ മതി. നിയർ മണി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പണത്തോടടുത്ത് നിൽക്കുന്ന റേഷ്യോ. കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണോ, അതോ ക്വിക്ക് അസറ്റ് ഇവിടെ കറണ്ട് ഉണ്ടേ മക്കളെ? അത് ഒരു ക്വസ്റ്റ്യനകത്ത് അത് വന്നില്ല എന്നേ ഉള്ളൂ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ തട്ടിക്കളയാം. അപ്പോൾ ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണോ? എന്താ പറയുന്നു? ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. കാരണം ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നത് പണത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന, വളരെ ക്വിക്ക് അല്ല, വളരെ ലിക്വിഡിറ്റി, ആ അസറ്റുകളെല്ലാം ലിക്വിഡ് അസറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നതാണ് ലിക്വിഡ് അസറ്റ്. അപ്പോൾ ലിക്വിഡ് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നതാണ് കൊടുത്തിരിക്കുന്നതിൽ നിയർ മണി റേഷ്യോ എന്ന് പറയുന്നത്. കേട്ടോ? ശരി. പക്ഷേ ഇതില്ലെങ്കിലോ, ഈ പറഞ്ഞ ക്വിക്ക് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് ഇല്ലെങ്കിൽ ഇതായിരിക്കും, ഇതേ പറയാനുള്ളൂ ഇവിടെ. ഏതാ? കറണ്ട് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് അല്ല എന്ന് പറഞ്ഞ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് അങ്ങനെയാണ് പറയാം. ശരി, പോട്ടെ.